തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടറിനൽ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ദൈവജനം ഇന്ന് കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്നതായ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം പ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്ന് വിശുദ്ധ എബ്രായ ലേഖനത്തിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ടാണ് എബ്രായ ലേഖനം 2-ന്റെ 10-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുമല്ലോ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് ഇസ്രായേൽ കനാനിലേക്ക്, നാം തേജസ്സിലേക്ക്. 2 കൂട്ടരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ വചനധ്യാനം നടത്തണം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കുഞ്ഞാടിൻ്റെ രക്തച്ചൊരിച്ചിലൂടെയാണല്ലോ ഇസ്രായേൽ അവരുടെ യാത്ര തുടങ്ങിയത്. അത് ദൈവിക ആ പഞ്ചാംഗത്തിൽ അവരുടെ പുതുവർഷം ആരംഭിച്ചു. അതിനാൽ 7-ാം മാസം 1-ാം മാസമായി അവർ എണ്ണുവാൻ തുടങ്ങി. നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് ക്രൂശിങ്കിൽ നിന്നാണ്. നമുക്കായി ക്രൂശിൽ മരിച്ച രക്ഷിതാവിൽ വിശ്വസിക്കുമ്പോൾ നാം പുതിയ സൃഷ്ടിയായി തീരുന്നു. അതാണ് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നും. പുതിയ നിയമം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന് 3-ഉം അതുപോലെ തന്നെ 5-ഉം വാക്യങ്ങളിൽ പുതുതായി ജനിക്കണം എന്നുള്ളതായ സനാതന സത്യം കർത്താവായ യേശു ക്രിസ്തു അത് നിക്കോദീമോസിനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അല്ല, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാനായിട്ട് നിനക്ക് കഴിയുകയില്ല എന്ന് കറ തീർത്ത് കർത്താവ് നിക്കോദീമോസിനോട്, ഒരു ഗുരുവാണെന്ന് ഓർത്തുകൊള്ളണം, ആ ഗുരുവിനോട് പറയുകയാണ്, നീ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അതുവരെയുള്ള നമ്മുടെ ജീവിതം മിസ്രൈമ്യ അനുഭവത്തിന് തുല്യമായി, അഥവാ അറിയായ്മയുടെ കാലമായിട്ട് ദൈവം അത് തള്ളിക്കളയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 17-ന്റെ 10-ാമത്തെ വാക്യം വായിക്കുന്നത്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ വിടുതലിനായിട്ട്, അതെങ്കിൽ മിസ്രൈമ്യ ആളുകൾ വിടുതലിനായിട്ട് അറുക്കപ്പെട്ട കുഞ്ഞാട്, അത് നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ടിരിക്കുന്നു. ആ രക്ഷിതാവിൻ്റെ നിഴലാണ് അന്ന് അവർ സന്ധ്യാസമയത്ത് കുഞ്ഞാടിനെ അല്ലെങ്കിൽ ആടുകളെ എടുത്ത് അറുത്ത് അവിടെ രക്ഷപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നത്. ആ നിലയിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് ചേർന്ന് ചിന്തിക്കാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ സംബന്ധിച്ച് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യോഹന്നാൻ 1:29 താൻ ആ കാര്യം വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല എന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നീതി ദൈവകുഞ്ഞാടിൻ്റെ ക്രൂശുമരണം മൂലമാണ് സമ്പൂർണമായി നിവർത്തിക്കപ്പെട്ടത്. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും എന്ന് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു. രക്തം തളിക്കപ്പെടേണ്ട കുഞ്ഞാടിൻ്റെ യോഗ്യതകൾ പുറപ്പാട് 12-ൽ വളരെ വ്യക്തമായിട്ട് ഓർപ്പിച്ചിട്ടുണ്ട്. ഈ യോഗ്യതകളുള്ള കുഞ്ഞാടിന് മാത്രമേ ക്രിസ്തുവിൻ്റെ നിഴലായിരിക്കുകയുള്ളൂ. യേശു ക്രിസ്തു ഊനമില്ലാത്ത കുഞ്ഞാടത്രേ. അവൻ്റെ ജനനത്തിൽ വിശുദ്ധ പ്രജ എന്ന് വിളിക്കപ്പെട്ടു. പാപം അറിയാത്തവൻ, അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ, പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ എന്നിങ്ങനെ അസംഖ്യം കാര്യങ്ങൾ അവനെ പറ്റി മാത്രം പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇതെല്ലാം എബ്രായ ലേഖനത്തെ
അധ്യായത്തിൽ 26 വാക്യത്തിൽ നമുക്കിത് കാണാൻ കഴിയും. 1 യോഹന്നാൻ, അതിലെ പത്രോസിൻ്റെ ലേഖനം, പൗലൂസിൻ്റെ ലേഖനം, ഇതിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസ് 1:35 വാക്യത്തിൽ കാണാൻ കഴിയും. ആ വേദഭാഗങ്ങളെല്ലാമാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത്. കുഞ്ഞാടിനെ വേർതിരിച്ച 4 ദിവസം പരിശോധിക്കണമെന്നാണ് രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, കുഞ്ഞാടാണ്, ദൈവകുഞ്ഞാടാണ്, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടാണ്. 2, ഈ കുഞ്ഞാടിനെ വേർതിരിച്ച് 4 ദിവസം പരിശോധിക്കണം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ 4000 വർഷം നമുക്കായി സ്വർഗത്തിൽ വേർതിരിച്ച് നിർത്തിയ ശേഷം ഈ ലോകത്തിലേക്ക് അയച്ചത് 3.5 വർഷത്തെ അവൻ്റെ പരസ്യ ശുശ്രൂഷ എല്ലാ മനുഷ്യർക്കും അവനെ പരിശോധിക്കാവുന്ന വിധത്തിലായിരുന്നു. യാഗവേദിയിലേക്ക് കൊണ്ടുവരുന്ന കുഞ്ഞാടിനെ പുരോഹിതന്മാർ പരിശോധിച്ച ശേഷം ഊനമില്ല എന്ന് വിധിച്ചാൽ ഉടനെ അറക്കുന്നത് പോലെ ദൈവവും സാത്താനും ന്യായാധിപനും യേശുവിനെ പറ്റി അവനിൽ ഒരു കുറ്റവും ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ഉടനെ അവനെ ക്രൂശിക്കുകയുണ്ടായത്. അവൻ്റെ ഈ മരണം എല്ലാ മനുഷ്യർക്കും വേണ്ടിയായിരുന്നു എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് അത് ഓർപ്പിക്കുന്നുണ്ട്. അതെന്താണ്? 2 കൊരിന്ത്യർ 5 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ കുഞ്ഞാടിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഈ മരണം എല്ലാവർക്കും വേണ്ടിയാണ് എന്നുള്ള കാര്യം താൻ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആ പൗലോസ് അതാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 5:14 ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5:14 പറയാണ്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാട് ആർക്ക് വേണ്ടിയാണ്? എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ മരണം കേവലം ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിൻ്റെ സകല ആളുകൾക്കും വേണ്ടി. ഏതെല്ലാം വിധമായ ഭാഷകളോ ജാതികളോ വർണ്ണങ്ങളോ ഉണ്ടോ അവർക്കെല്ലാം വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് നമ്മെ അത് ഓർപ്പിക്കുകയാണ്. മൂന്നാമതായിട്ടൊരു കാര്യം നാം പുറപ്പാട് പുസ്തകം 12:46 നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അസ്ഥി ഒന്ന് ഒടിക്കരുതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവചന വശം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. 34 സങ്കീർത്തനം 19-ലും 20-ലും ആ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് അതെ, അവൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഒടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം അതെ, പുറപ്പാട് പുസ്തകം 12:46 വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയാണ്, അവൻ്റെ അസ്ഥികൾ ഒടിക്കാനായിട്ട് പാടില്ല. ആ പ്രവചനത്തിൻ്റെ ആ കാര്യം സങ്കീർത്തനത്തിൽ പറയാണ്. സങ്കീർത്തനം 34:19-ഉം 20-ഉം വാക്യം, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവനെ വിടുവിക്കുന്നു, അവൻ്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല. നോക്ക്, കൃത്യമായിട്ട് 20-ാമത്തെ വാക്യമാണ് പറയുന്നത്, അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല. അപ്പോൾ അസ്ഥികൾ ഒടിക്കരുതെന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഒരു പ്രമാണം കൂടിയാണ്. പുതിയ നിയമത്തിൽ അതിന് സപ്പോർട്ടായിരിക്കുന്ന ധാരാളം വചനങ്ങളുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും 19-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ആ ഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട്. അവിടെ വായിക്കുന്നത്, അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു, അവർ കുത്തിയമെങ്കിൽ നോക്കും എന്ന് മറ്റൊരു തിരുവെഴുത്തും അറിയുന്നു. നോക്കുക, അവിടെ 36-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല. അതാണ്, അസ്ഥികൾ ബന്ധം വിട്ടെന്നേ ഉള്ളൂ സങ്കീർത്തനത്തിൽ. എന്നാൽ അസ്ഥികളൊന്നും ഒടിക്കുവാനായിട്ട് പ്രമാണമില്ല. കാരണം അവൻ്റെ അസ്ഥികൾ ഒടിക്കരുതെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ ആദ്യമേ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി അസ്ഥികൾ ബന്ധം വിട്ടവനായി
ആണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്നത്. അസ്ഥി ബലത്തെ കാണിക്കുകയാണ്. അസ്ഥി ഒടിഞ്ഞിട്ടില്ലാത്ത ഒരു രക്ഷിതാവാണ് നമുക്ക് വേണ്ടി മുകളിലുള്ളത്, സ്വർഗത്തിലുള്ളതെന്ന് ഓർക്കണം. മരണനിഴലിലും ഒരു കള്ളനെ രക്ഷിപ്പാനായിട്ട് അവന് കഴിഞ്ഞു. അവൻ ബലവാനെ പിടിച്ചു കെട്ടിയ ബലമേറിയവനാണ്. പ്രിയപ്പെട്ടവരെ, അസ്ഥി ബലത്തെ കാണിക്കുന്നു. അസ്ഥി ഒടിഞ്ഞിട്ടില്ലാത്ത ഒരു രക്ഷിതാവാണ് ലോകത്തിൽ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനായിട്ട് പ്രാപ്തൻ എന്നുള്ള സത്യം ഒരിക്കൽ കൂടെ വിശുദ്ധ തിരുവെഴുത്ത് നമ്മോട് ഓർപ്പിക്കുകയാണ്. നാലാമത്തെ കാര്യം ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ. അതിൻ്റെ രക്തം പുരട്ടണമെന്നാണ് പുറപ്പാട് പുസ്തകം 12 നമുക്ക് കാണാണ്ട് കഴിയുന്നത്. 12:7 13-ാമത്തെ വാക്യം 22-ാമത്തെ വാക്യം പറയുന്നത്, സംഹാരകനിൽ നിന്ന് രക്ഷപ്പെടുവാൻ കുഞ്ഞാടിൻ്റെ രക്തം അവൻ പാർക്കുന്ന വീടിൻ്റെ വാതിൽക്കൽ പുരട്ടണമായിരുന്നു. നാം പാർക്കുന്ന വീട് നമ്മുടെ ശരീരമാണ്. നമ്മുടെ കൂടാരമാകുന്ന ഭവനമാണ് നമ്മുടെ ശരീരം. അപ്പോൾ യേശു അതിൻ്റെ വാതിൽക്കൽ മുട്ടുന്നവനാണ്. വെളിപ്പാട് 3:20 യേശുവിനെ കർത്താവായി വായ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് അത് രക്തം നമ്മുടെ വാതിലിലും ഹൃദയത്തിലും തളിക്കപ്പെട്ട് അത് മുഖാന്തരം നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ആ നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നിട്ട് അസ്ഥി ഒടിയാത്തവനായ ക്രൂശിന്മേൽ തൂങ്ങി നിൽക്കുന്ന ഈ യേശു എൻ്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടിയായി ആണ് ക്രൂശിൽ മരിച്ചത്. അവൻ്റെ അസ്ഥികൾ ഒന്നും ഒടിക്കരുത് എന്ന് പറഞ്ഞാൽ അസ്ഥി ഒടിയാത്ത ഒരു രക്ഷിതാവാണ് നമുക്കുള്ളതെന്നുള്ളത് ഓർത്തുകൊള്ളണം. അതാണ് നമ്മുടെ കർത്താവിൻ്റെ ക്വാളിറ്റിയിൽ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്തം നമ്മുടെ വാതിലിലും ഹൃദയത്തിലും തളിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതാണ് എബ്രായ ലേഖനക്കാരൻ 10-ാം അധ്യായത്തിന് 22-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യം നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ കാര്യം നമുക്ക് മറന്നു പോകാൻ പാടില്ല. എബ്രായ ലേഖനക്കാരൻ വളരെ വ്യക്തമായിട്ടാണ് ആ 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് അത് നമ്മെ ഓർപ്പിക്കുന്നത്. അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. എന്താണ്? നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. നോക്കുക, നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാനായിട്ട് നമുക്ക് ഹൃദയത്തിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള മനസാക്ഷിയുണ്ട്. ആ മനസാക്ഷിയാണ് ഒരുവനെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. അതെങ്ങനെയുള്ള മനസാക്ഷിയാണ്? നല്ല മനസാക്ഷിയാണ് വേണ്ടത്. പക്ഷേ പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് സകലരിലും ദുർമനസാക്ഷിയാണുള്ളത്. അതുകൊണ്ട് ഈ ദുർമനസാക്ഷി മാറണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്താൽ ഉള്ളതായ ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ആ രക്തത്താലുള്ള രക്തത്തളിപ്പ് നമുക്ക് ആവശ്യമാണ്. വചനത്തിൻ്റെ ഉള്ളതായ തളിപ്പ് നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നാം എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ നിശ്ചയത്തോടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവെച്ചവനുമായ യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരണം. നമ്മൾക്ക് അങ്ങനെ അടുത്തു വരാൻ കഴിഞ്ഞെന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടുവാനുള്ളത്, നിങ്ങൾ അങ്ങനെ ഒരു ക്ലീനിങ്, ഒരു ക്ലൻസിങ് നടന്നിട്ടുണ്ടോ? സന്ധ്യായാഗ സമയമാണ്. മിസ്രൈമിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടതും നിലവിളിച്ചതും അതിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചവർക്ക് അർദ്ധരാത്രിയിലെ കരച്ചിലിൽ ഒഴിഞ്ഞിരിപ്പാൻ കഴിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ വിശ്വസിച്ച് പാപമോചനവും പ്രാപിക്കുന്നതാണ് നിത്യദണ്ഡനമെന്ന ശിക്ഷാവിധിയിൽ നിന്ന് തെറ്റിയൊഴിയുള്ള ഏക മാർഗം. റോമർ 8:1 വാക്യം. സ്നേഹിത, നിങ്ങൾ രക്തം പുരട്ടിയ വാതിലിനുള്ളിലാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്, ഉറപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം റോമർ 8:1 അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. അപ്പോൾ ക്രിസ്തുയേശുവിനുള്ളവർക്ക് ശിക്ഷാവിധിയില്ല, ക്രിസ്തുയേശുവിൽ ആകാത്തവർക്ക് ശിക്ഷാവിധിയുണ്ട്. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുമാതിലുള്ളതായ പാപങ്ങളുടെ പരിഹാരം വരുത്തി ആ ഉറപ്പ് നിങ്ങൾ വരുത്തേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. 5-ാമത്തെ കാര്യം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് കയ്പുചീരയോടെ ഭക്ഷിക്കണം എന്നാണ് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ തീയിൽ ചുടപ്പെട്ട മാംസം പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിച്ച കർത്താവിനെ കാണിക്കുകയാണ്.
എബ്രായലേഖനക്കാരൻ ആ കാര്യം പറയുന്നുണ്ട്. കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് ഉണ്ടാകാവുന്ന കഷ്ടതകളെ കാണിക്കുന്നതാണ് കയ്പ് ചീര എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് കഷ്ടതയൊന്നുമില്ല, സുഖമാണ്, അനുഗ്രഹമാണ്, ആശിഷാണെന്നൊക്കെ പറഞ്ഞ് ജനത്തെ അങ്ങനെ ആഹ്വാനം ചെയ്ത് സഭയ്ക്കകത്ത് ധാരാളം ആളുകളെ കയറ്റുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, കഷ്ടത വരുമ്പോൾ അതുപോലെ തിരിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് കഷ്ടതകളെ കാണിക്കുകയാണ് കയ്പ് ചീര. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് യേശുക്രിസ്തു അനുഭവിച്ച അതേ പീഡകൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ടെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രന് തലചായ്പാൻ സ്ഥലമില്ലായിരുന്നു. നിങ്ങൾക്ക് സ്ഥലമുണ്ട്, കുരുവികൾക്ക് സ്ഥലമുണ്ട്, അതുപോലെ ചെറിയ ചെറിയ ജീവികൾക്ക് സ്ഥലമുണ്ട്. എന്നാൽ മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്കുള്ളത്. ഒരുപക്ഷെ നമുക്ക് എല്ലാം സുഖമായിരിക്കണമെന്നില്ല. ജീവിതത്തിൽ എന്തുണ്ട്? കഷ്ടതകൾ ഉണ്ടാകാം. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട് ലോകത്തിൽ, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ കഷ്ടതകൾ, അനുഭവങ്ങളെ നാം ആസ്വദിച്ച് അറിയുന്ന അനുഭവം ക്രിസ്തീയ യാത്രക്കാർക്ക് ഏറ്റവും ആസ്വാദികരമായി അനുഭവപ്പെടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ കഷ്ടാനുഭവങ്ങളെ നാമും ഒന്ന് ആസ്വദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇനി ഇസ്രായേലിൻ്റെ യാത്രയെപ്പറ്റി നാം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വളരെ ദൈർഘ്യമായ കാര്യമാണതുകൊണ്ട് അല്പം ചുരുക്കമായി നിങ്ങളോട് ഓർപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. 12:37 പുറപ്പാടിൻ്റെ 12:37 അത് ഇങ്ങനെയാണ് കാണുന്നത്. ഇത് കാൽനട യാത്രയാണെന്നാണ്. ഇത് കാൽനട യാത്രയാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾ കുട്ടികൾ ഒഴികെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാർ കാൽനടയായി റമസോസിൽ നിന്ന് സുക്കോത്തിലേക്ക് എന്ത് ചെയ്തു? സുക്കോത്തിലേക്ക് പുറപ്പെട്ടു എന്ന് വായിക്കുന്നു. അപ്പോൾ നടപ്പ് ജീവിതത്തെയും ഓട്ടം ശുശ്രൂഷയും കാണിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അവരവർ തന്നെ ചെയ്യേണ്ട ഒന്നാണ്. കാൽനടയാത്ര നമ്മൾ തന്നെ നടക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കാൽനടയാത്ര എന്ന പ്രയോഗം നമ്മെ ഓർപ്പിക്കുന്നത് നമ്മൾ തന്നെ നടക്കണം, നമ്മൾ തന്നെ ചെയ്യണം. അതിന് വേറെ മാർഗമോ കുറുക്കു വഴികളോ ഒന്നുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം ഇല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? അതെ, ഈ കർത്താവിൻ്റെ പാതകളിലേക്ക് മുൻപോട്ട് നടന്ന് മുൻപോട്ട് നീങ്ങണം. അതാണ് ക്രിസ്തീയ ജീവിതം. അത് അവരവർ ചെയ്യേണ്ടതാണ് കാൽനടയാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് കാൽനടയാത്രക്കാർ എന്നും ഒരു പുതിയ സ്ഥലത്തൂടെ സഞ്ചരിക്കുന്നവരും അവിടെ അന്യരും പരദേശികളും അത്രേ എന്നുള്ളതായ ചിന്തകളിലൂടെ മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളെ ഇസ്രായേലിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ആവർത്തനം 29:4 അവർ നടന്ന് അവരുടെ ചെരുപ്പ് പഴകിയില്ല, ഉടുപ്പ് കീറിയില്ല എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അനുഭവിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൽ നാം എത്തുവോളം പഴകിപ്പോകാത്തതും പുതിയതുമായ പരിപാലനം നമുക്കുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇസ്രായേലിനെ അത് ചെരുപ്പ് പഴകിയില്ല എന്നും ഉടുപ്പ് കീറിയില്ല എന്നും ആവർത്തനം 29:4 പറയുന്നെങ്കിൽ ഇന്ന് ആത്മീയ ഇസ്രായേലായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചും മഹത്വത്തിലെത്തുവോളം നമ്മുടെ ജീവിതത്തിൽ പഴകിപ്പോകാത്തതും പുതിയതുമായ ആ പരിപാലനം നമുക്ക് ഉള്ളതിനാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. യഹോവയുടെ നാമത്തിൽ അവർ നടന്നു. നാമും നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ എന്ത് ചെയ്യണം? എന്നുമെന്നേക്കും നടക്കേണ്ടവരാണ് എന്നുള്ള സത്യം പ്രവാചകൻ ഓർപ്പിക്കുകയാണ്. മീഖാ 4:5 കാര്യം പറയുന്നുണ്ട്. പത്രോസും യോഹന്നാനും ഒരു മുടന്തനെ സൗഖ്യമാക്കുമ്പോൾ അവനോട് നസറേനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കണമെന്നാണ് പറഞ്ഞത്. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കണം. പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവൻ അപ്പോൾ മാത്രമല്ല, മരണം വരെ അവൻ എന്ത് ചെയ്യും? ആ നാമത്തിൽ നടക്കണമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത് ക്രിസ്ത്യാനികളെന്നുള്ള പേര് വന്നത് ക്രിസ്തുവിനെ അനുഗമിച്ച് അവൻ്റെ പാത പിൻപറ്റി നടക്കുന്നത് കൊണ്ടാണ്. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം ഓർപ്പിക്കാൻ കഴിയുന്നത് സക്രിയാവിനെ കുറിച്ചും അത് അവൻ്റെ ഭാര്യ എലിസബത്തിനെ കുറിച്ചുമാണ്. അവർ നമ്മൾ വായിക്കുന്ന 20 ദൈവസന്നിധിയിൽ നടക്കുന്നവരായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ലൂക്കോസ് 1:6 പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർ 4:2 പറയുന്നുണ്ട്. സ്നേഹത്തിൽ നടക്കണമെന്നും വെളിച്ചത്തിലുള്ളവരായി നടക്കണമെന്നും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായി നടക്കണം
ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃപ്രകാരം നടക്കണം, ക്ഷീണിച്ചു പോകാതെ നടക്കണം എന്നൊക്കെ എഫേസ്യത്തിൽ നമുക്ക് ഇത്രയും വാക്യങ്ങൾ കാണാണ്ട് കഴിയും. മാത്രമല്ല ലാസ്റ്റ് പറഞ്ഞ കാര്യം യെശയ്യാ 40:30 അവർ ക്ഷീണിച്ചു പോകാതെ നടക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നടപ്പിൻ്റെ വിധങ്ങളെപ്പറ്റി ദൈവജനം ഒരു മുന്നറിയിപ്പ് തന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, അത് നടക്കുന്നവർ ദുർനടപ്പുകളെ എന്ത് ചെയ്യണം? ദുർനടപ്പുകളെ വിട്ട് നടക്കണം. ധാരാളം ദുർനടപ്പുകൾ ഉണ്ടായിരുന്നു. മുമ്പ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമ്മൾ ദുർനടപ്പായിരുന്നെങ്കിൽ ആ ദുർനടപ്പുകളൊന്നും ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇനി യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ആളുകളുടെ കാര്യം, യാത്രക്കാർക്ക് തണലിനായും അതുപോലെ തന്നെ വെളിച്ചത്തിനായും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മേഘസ്തംഭം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് കാര്യം കൂടെ വേഗം ഓർപ്പിക്കാം. യാത്രക്കാർക്ക് തണലിനായും വെളിച്ചത്തിനായും മേഘസ്തംഭം ഉണ്ടായിരുന്നു. ഇസ്രായേൽ എപ്പോഴും മേഘത്തെ നോക്കി യാത്ര ചെയ്യണമായിരുന്നു. രാത്രിയിൽ അത് അഗ്നിസ്തംഭമായിരുന്നു. അതിനാൽ അവർക്ക് വഴിതെറ്റുവാൻ ഇടയില്ലായിരുന്നു. സ്വർഗത്തിൻ്റെ പിൻബലത്തോടെ ചെയ്യുന്ന യാത്ര എത്ര മനോഹരമാണല്ലേ. നമുക്കവരുടെ യാത്രയെക്കുറിച്ച് നമുക്ക് നോക്കാം. അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് രാത്രിയിലെ മേഘസ്തംഭമായിരുന്നു, അഗ്നിസ്തംഭമായിരുന്നു. നമ്മെ പരിശുദ്ധാത്മാവാണ് ദിനംതോറും ദൈവജനത്തിലൂടെ സകല സത്യത്തിലും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മനോഹരമായ ചിത്രമാണ് അവർ ഈ അഗ്നിസ്തംഭം അവർക്ക് തൂണായിട്ട് നിന്നതിൻ്റെ ചിത്രം. സ്വർഗത്തിൻ്റെ ആ പിൻബലം എപ്പോഴും ഒരു യാത്രക്കാരനുണ്ട് എന്നുള്ളത് എത്രയോ മനോഹരമായൊരു ചിന്തയാണല്ലേ. നമ്മെ ചിന്തിപ്പിക്കുക. ദൈവം നമുക്ക് നടക്കാനുള്ള കൃപ തരും, നടക്കാനുള്ള ആലോചന തരും, നടക്കാനുള്ള മാർഗത്തെ, വഴിയെ കാണിച്ചു തരും. പക്ഷേ നമ്മൾ അവൻ്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ പാടില്ല എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം മൂന്നാമതായിട്ട് അവർ മോശയോട് ചേർന്നൊന്ന് വായിക്കുന്നു. 1 കൊരിന്ത്യർ 10 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങളത് വായിച്ചു നോക്കണം. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റവരാണ് അവർ. മോശയോട് ചേർന്നത് എന്താണ്? ആത്മസ്നാനത്തിൻ്റെയും ജലസ്നാനത്തിൻ്റെ നിഴലാണ്. ആത്മസ്നാനത്താൽ കർത്താവിൻ്റെ മാർമിക ശരീരത്തോടും ജലസ്നാനത്താൽ കർത്താവിൻ്റെ മരണപുനരുത്ഥാനങ്ങളോടും ഏകീഭവിച്ചവരാണ് വിശ്വാസികൾ. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം ഒന്നുകൂടെ ഓർപ്പിക്കാം. കർത്താവിൻ്റെ ആത്മസ്നാനത്താൽ കർത്താവിൻ്റെ മാർമിക ശരീരത്തോട്, അത് 1 കൊരിന്ത്യർ 12:13, മാർമിക ശരീരത്തോടും ജലസ്നാനത്താൽ കർത്താവിൻ്റെ മരണപുനരുത്ഥാനങ്ങളോടും ഏകീഭവിച്ചവരാണ് വിശ്വാസികളെന്ന് റോമർ 6:2-3 വാക്യങ്ങൾ കാണാൻ കഴിയും. അവർ ആത്മീയ ആഹാരം തിന്നു, ആത്മീയ പാനീയം കുടിച്ചു എന്ന് വായിക്കുന്നത്. മന്ന ഭക്ഷിച്ചതിനെക്കുറിച്ചും പാറ പിളർന്നതിനെക്കുറിച്ചുള്ള അത് പിളർന്ന് വെള്ളം അത് ഒഴുകി വന്ന് അവർ കുടിച്ച് തൃപ്തരായതിൻ്റെ മനോഹരമായ ചിത്രമാണ്. പുറപ്പാട് 16 മന്നയെക്കുറിച്ച് ആദ്യമായിട്ട് കാണുന്നത്. 17 പുറപ്പാട് 17 തന്നെ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ട സംഭവം നമുക്ക് കാണാണ്ട് കഴിയും. മന്നയും വെള്ളവും അതുപോലെ അപ്പവും വെള്ളവും ഒരുപോലെ നൽകുന്ന കർത്താവിൻ്റെ ചിത്രം യോഹന്നാന്റെ സുവിശേഷം 6 നമുക്ക് കാണാണ്ട് കഴിയും. സാക്ഷാൽ അപ്പമായി കാണുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജീവൻ്റെ ആ വെള്ളത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവവെള്ളത്തിൻ്റെ കാര്യമാണ്. അത് യോഹന്നാൻ 7:37 വാക്യത്തിലുണ്ട്. ദാഹിക്കുന്ന എല്ലാവരും ജീവവെള്ളത്തിനായിട്ട് എൻ്റെ അടുക്കൽ വരണം എന്ന് കർത്താവ് ആഹ്വാനം ചെയ്യുക. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് പറഞ്ഞു. യോഹന്നാൻ 7 അത് നദിയെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഈ ലോകത്തിലെ അപ്പം തിന്നുന്നവനും ഈ ലോകത്തിലെ വെള്ളം കുടിക്കുന്നവനും ദാഹിക്കുകയും വിശക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്നേക്കുമായിട്ട് വിശക്കാത്ത, ദാഹിക്കാത്ത അപ്പം തിന്നുന്നതിനും അതുപോലെ ദാഹിക്കാത്ത വെള്ളം കുടിക്കുന്നതിനും ജീവൻ്റെ അപ്പമായിരിക്കുന്ന ക്രിസ്തുവിലേക്കും ജീവൻ്റെ വെള്ളമായിരിക്കുന്ന ജീവജലനദിയുടെ ഉറവയായിരിക്കുന്ന കർത്താവിലേക്ക് വന്ന് തൃപ്തി അടയേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഓർപ്പിക്കുക. ഇവ രണ്ടും വിശ്വാസികളുടെ ശക്തിക്കുള്ളതായ ഒന്നാണെന്ന് ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മന്ന ക്രിസ്തുവിൻ്റെ മനോഹരമായ ചിത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കായി മനോഹര ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷയ്ക്കായിട്ട് ക്രൂശിൽ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും വീണ്ടും എന്ത് ചെയ്തു? അവന് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ മഹിമാസനത്തിൽ ഇരിക്കുകയാണ്. ആ കർത്താവ് നമുക്ക് ആവശ്യമായിരിക്കുന്ന അന്നന്ന് ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നു. നമ്മെ പുലർത്തുന്നവനാണ്. നമ്മുടെ ദൈവത്തിൽ നമുക്ക് സുസ്ഥിരമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ ഇടയാകട്ടെ. ദൈവത്താൽ നിയമിതരായ ദൈവത്തിൻ്റെ വിലയേറിയ മക്കൾക്ക്
അത് വിശ്വാസികൾക്ക് അനുദിനം ദൈവം ആവശ്യമായിരിക്കുന്ന നന്മകളും കൃപകളും അവിടെ നൽകിത്തരും എന്നുള്ള മനോഹരമായ ചിത്രം കൂടെ നമുക്കതിനകത്ത് കാണാണ്ട് കഴിയും. ഒരു കാര്യം കൂടെ ഓർപ്പിക്കേണ്ട, യോസേഫിൻ്റെ അസ്ഥിയും അവർ കൊണ്ടുപോയി എന്ന് വായിക്കുന്നു. യോസേഫിൻ്റെ അസ്ഥി പുറപ്പാട് 13:29. യോസേഫ് ജീവിച്ചിരുന്നപ്പോൾ ഈ കാര്യം അവരോട് കൽപ്പിച്ചിരുന്നു. എന്താണ്? യോസേഫ് വലിയൊരു രക്ഷയാൽ അവരെ രക്ഷിച്ചവനാണല്ലേ. ഉൽപ്പത്തി 45:7. ഇത് നമ്മുടെ കർത്താവിൻ്റെ ചിത്രമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് കർത്തൃമേശയെക്കുറിച്ചും കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ പരദേശ യാത്ര കഴിയുവോളം നാം കർത്തൃമേശ ആചരിക്കണം. ചില സഭകൾക്ക് അങ്ങനെയൊന്നും ഇല്ല. ചില സഭകൾക്ക് വർഷത്തിൽ 3, ചില സഭകൾക്ക് മാസത്തിൽ 1. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾക്ക് 6 മാസം കൂടുമ്പോഴൊന്നാണ്. ചില ആൾക്ക് എന്ത് ചെയ്തു, ആണ്ട് അവസാനിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കാലും കൈയെല്ലാം കഴുകി അവരപ്പം മുറിക്കുന്നത്. എത്രയോ ഇതൊന്നും ദൈവത്തിൻ്റെ പ്രമാണത്തിലുള്ളതല്ലല്ലോ. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം എന്നാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ അപ്പം നുറുക്ക് എന്ന് പറയുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ചെയ്യേണ്ടതാണ്. അപ്പോസ്തലപ്രവൃത്തി 20:7 നിങ്ങൾ വായിച്ചിട്ടില്ലയോ? പൗലോസും ഒക്കെ ത്രോവാസിലേക്ക് പോകുന്ന സമയത്ത് 7 ദിവസം വേണം മുൻപോട്ട് പോകാൻ. എന്നാൽ അവരുടെ വഴിമധ്യേ 5-ാമത്തെ ദിവസം നിർത്തി അവരെന്ത് ചെയ്തു? അവർ വായിക്കുന്നത് ത്രോവാസിൽ യാത്ര ചെയ്ത് അവിടെ ഇറങ്ങി അവർ 2 ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്ത് അവിടെ ആരാധന കഴിഞ്ഞ് അപ്പം മുറി കഴിഞ്ഞിട്ടാണ് പോയത്. ആ ഭാഗം അപ്പോസ്തലപ്രവൃത്തി 20:7 പറയുന്നത് ഇങ്ങനെയാണ്. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം അവരെന്ത് ചെയ്തു? അവരപ്പം നുറുക്കാനായിട്ട് കൂടി വന്നു. എത്രയോ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ടവർ എന്ത് ചെയ്യണം? അവരപ്പം നുറുക്കിയും അതുപോലെ പ്രാർത്ഥിച്ചും കൂട്ടായ്മയായിരിച്ചും പോരണമെന്ന് നമ്മൾ അവിടുത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അത് ചെയ്യേണ്ടത് ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ട് കർത്തൃമേശയെക്കുറിച്ചാണ് ഈ കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പരദേശയാത്ര കഴിയുവോളം നാം കർത്താവിൻ്റെ മേശ ആചരിക്കണം. പാനപാത്രവാഹന്മാരുടെ പ്രമാണി യോസേഫിനെ മറന്നു കളഞ്ഞ പോലെ നാം കർത്താവിനെ മറന്നു കളയരുത് എന്നുള്ള സത്യം, കർത്താവിൻ്റെ വചനത്തെ മറക്കരുത് എന്നുള്ള സത്യം ഈ രാവിലെ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുക. ആരെങ്കിലും മറന്ന് ഇങ്ങനെ കർത്താവിനെ ഓർക്കാതിരിക്കുന്നെങ്കിൽ അത് നന്ദികേടാണ്. നമ്മുടെ യാത്ര തീരാറായി. യോർദാൻ്റെ മറുകര ഇതാ കാണുന്നു. നാം എത്രയും വേഗം നമ്മുടെ രക്ഷിതാവിനെ എന്തു ചെയ്യും? മുഖാമുഖമായി കാണും. ആ ദിവസം വരെ നമുക്ക് രക്ഷിതാവിനെ ഓർത്തുകൊണ്ട് ഇരിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നാം മറന്നുപോകല്ലേ. മറ്റൊരു കാര്യം പുറപ്പാട് 13:8, അത് 5-ാമത്തെ കാര്യമാണ്. ഇത് മകനോട് പറയണം. ഇത് സുവിശേഷ ഘോഷണത്തിന് കീഴിലാണ്. ഇസ്രായേലിയർ അവരുടെ യാത്രയിലുണ്ടായ അനുഭവങ്ങളും വിടുതലുകളും അവരുടെ മക്കളോട് വിശദമായി പറഞ്ഞു കൊടുക്കണമെന്നാണ് തിരുവെഴുത്തിരിക്കുന്നത്. നാം കുടുംബാംഗങ്ങളോടും മറ്റുള്ളവരോടും കർത്താവിനെ പറ്റി പറയുവാൻ ചുമതലപ്പെട്ടവരാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. മാത്രമല്ല, യാതൊരുവിധ പുളിമാവും പാടില്ല. പുറപ്പാട് 12:6-7 വരെയുള്ള ദുരുപദേശത്തെ കാണിക്കുന്നു, കപടഭക്തിയെ കാണിക്കുന്നു, ദുഷ്ടതയെ കാണിക്കുന്നു, തിന്മയെ കാണിക്കുന്നു. ആദ്യമായവിടെ ചിത്രമാണ് ഈ പുളിമാവിനെ കാണിക്കുന്നത്. പുളിപ്പ് പാടില്ല. 1 Corinthians 5:8. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിൻ്റെ കാൽച്ചൂടം പതിഞ്ഞ ഇടം നോക്കി മുൻപോട്ട് യാത്ര ചെയ്ത് തേജസ്സിലേക്ക് യാത്ര ചെയ്യുന്ന വിശ്വാസിയെ നിന്റെ ജീവിതത്തിൽ യാതൊരു പുളിമാവും പാടില്ല. പുറപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ അത് നിൻ്റെ അതിനകത്ത് കാണാൻ പാടില്ല, നിൻ്റെ ബൗണ്ടറിയിൽ കാണാൻ പാടില്ല, നിന്നിൽ കാണാൻ പാടില്ല. അതുമാത്രമല്ല, നീ അത് തിന്നാൻ പാടില്ല. മൂന്ന് കാര്യമാണ് പുറപ്പാട് 13 നമുക്ക് കാണാൻ കഴിയും. ഈ 3 ഇൻസ്ട്രക്ഷൻ, ഈ 3 നിർദ്ദേശം നീ പാലിച്ചുകൊണ്ട് യാതൊരു പുളിപ്പും നീ തിന്നാനോ പുളിപ്പിൽ കൈവെക്കാനോ അത് അനുഭവിക്കാനോ പാടില്ല. ഇതെന്തിനെ കാണിക്കുന്നു? ദുരുപദേശം അത് മനസ്സിലാക്കി അതിൽ നിന്ന് സതുപദേശത്തിലേക്ക് വരണം. കപടഭക്തി മാറ്റി ഭക്തിയോട് വരണം. ദുഷ്ടത മാറ്റി തിന്മ എന്ത് ചെയ്യണം? ആ ദുഷ്ട സ്വഭാവം മാറ്റി നല്ല സ്വഭാവത്തിലേക്ക് വരണം. പിന്നെ തിന്മ മാറ്റി നന്മ ചെയ്യാനായിട്ട് പഠിക്കണം. ആദ്യമായ ചിത്രമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുളിപ്പ് എത്രയോ വലിയ ദോഷമാണ് എന്നുള്ളത് ഓർപ്പിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുളിപ്പ് കൂടാതെ
അത് നമുക്ക് എന്ത് ചെയ്യണം? കർത്താവിനെ ആരാധിക്കാനിടയാകണം, വിശുദ്ധിയോടെ ആരാധിക്കാം. ആകയാൽ നമ്മെ രക്ഷിച്ച, നമ്മെ വീണ്ടെടുത്ത, നമ്മെ തേജസ്സിലേക്ക് നടത്തുവാൻ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനായി തീർന്ന കർത്താവിനെ നമുക്ക് ഓർത്ത് അവൻ്റെ മുമ്പാകെ അവൻ്റെ പാദപീഠത്തിൽ സർവ്വസ്തുതിയും സ്തോത്രം അർപ്പിച്ച് നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. കർത്താവേ, നീ യോഗ്യൻ, നീ യോഗ്യൻ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്ന് നമുക്കവനെ ആരാധിക്കാം, നമുക്കവനെ അവനെ മഹത്വം കരറ്റാം. കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്ന് മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു, എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി
സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം.